എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് എപ്പിസോഡാണ്. അപ്പോൾ പൂനെയിൽ നമ്മളെ M4TECH വ്ലോഗിൽ കണ്ടിരുന്നു. പൂനെയിലെ ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബർഗർ 37 സെന്റിമീറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഗാർണിഷ് എന്നാണ് കാണിച്ചിരുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഒരു ബർഗർ ഉണ്ടാക്കാൻ അതുക്കും മേലെ. അപ്പൊ നമുക്ക് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവില്ലേ, നിങ്ങളാണ് എന്റെ ധൈര്യം. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ബേസ് വെച്ചതിന് ശേഷം നമ്മുടെ ഹോം മെയ്ഡ് ഗാർലിക് മയോ തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ മയോ തേച്ചു. ഇനി നമ്മുടെ ലെറ്റസ് ലീവ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളി ഇനി നമ്മുടെ എന്താ പറയാ ബർഗറിനെ വെച്ചു. ഇനി കുറച്ചും കൂടെ മയോ ഞാൻ ഇതിന്റെ മുകളിൽ തേക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി അതിനുശേഷം നമ്മുടെ കുക്കുംബർ, അതിൻ്റെ മുകളിൽ നമ്മുടെ സോസേജസ്, അതിൻ്റെ മുകളിലുണ്ട് ചീസസ്, നമ്മുടെ കെച്ചപ്പ്, ഓക്കെ. ഇനി വീണ്ടും നമ്മുടെ മയോ കുറച്ച് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചിക്കൻ ലെജൻഡ് വെച്ച് കൊടുക്കാം. പൊട്ടാറ്റോസ്, പിന്നെ നമ്മുടെ ശേഷം നമ്മുടെ പിന്നെ ഓരോ തക്കാളി വെച്ച് കൊടുക്കട്ടെ. തക്കാളി വെക്കാം. തക്കാളി ഇത് വെച്ചിട്ട് എന്നത് നമ്മുടെ ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ചിക്കൻ ലെജൻഡ് പേടി ചോദിക്കും, ബാക്കി പകുതി എന്ത് ചെയ്യുന്നു ചോദിച്ചു. ശേഷം
ബർഗർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പൂനെ ഇന്ത്യൻ ബർഗറിനെക്കാട്ടി വലിയ ബർഗറാണ്. അപ്പൊ ഈ ബർഗറാണ് നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബർഗർ. അപ്പൊ നമുക്ക് എന്താ മെഷർ ചെയ്ത് നോക്കാം. ബർഗറിന്റെ നീളം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, 47 ആണ്. From base till the top of garnishing. അപ്പൊ നമ്മുടെ ബർഗർ 31 സെന്റിമീറ്റേഴ്സും നമ്മുടെ ഗാർണിഷ് ഉൾപ്പെടെ 47 സെന്റിമീറ്റേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബർഗർ എല്ലാവരും കണ്ടല്ലോ. ഇത് ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ഫാമിലിക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മീല് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിലും ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം കഴിക്കാനുള്ള ഫുൾ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബർഗർ ഞങ്ങൾ ജസ്റ്റ് ഒരു ചാലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഗെറ്റ് ടുഗെദർ ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടുക്ക് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ പണ്ടത്തെ കോളേജ് ലൈഫൊക്കെ നമുക്ക് ഓർമ്മ വരും. പിച്ചി പറിച്ച് അവിടുന്ന് ഇവിടുന്ന് കഴിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. ഇതെന്താണ്, ബുർജ് ഖലീഫയോ? നമുക്കിതിനെ അറ്റാക്ക് ചെയ്താലോ? കമോൺ. ഇത് ഏത് കാലത്ത് തിന്നീർക്കാനാണ്? ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഹാഫ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. എനിക്ക് ഓൾറെഡി വേറെ തന്നെ ആമ്പൊക്കെ വന്നു. സാധനം സൂപ്പറാണ്. കഴിച്ചു തീർക്കാൻ ഇച്ചിരി പാടുപെടും എന്നൊരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ സംഭവം സ്വയംഭരാണ്. സൂപ്പറായിട്ടുണ്ട്. ഹോം മെയ്ഡ് ബർഗർ അടിപൊളി. ഹോം മെയ്ഡ് ബർഗർ നന്നായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ല ക്രിസ്പിയാണ്. ആ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പൈസി ഒന്ന് എടുത്ത് വാങ്ങണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ബട്ട് റിയലി നൈസ്, നന്നായിട്ടുണ്ട്.